ചേർത്തല കളവങ്കോടം സർവീസ് സഹകരണ ബാങ്കിൻ്റെ നേതൃത്വത്തിൽ പുതിയ സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ AS സാബുവിന് സ്വീകരണം നൽകി. ഇതോടൊപ്പം സർവീസിൽ നിന്നും വിരമിക്കുന്ന ആശാ ബേബിക്ക് യാത്രയപ്പും ഒരുക്കിയിരുന്നു. ചേർത്തല കളവങ്കോടം സർവീസ് സഹകരണ ബാങ്കിൻ്റെ നേതൃത്വത്തിൽ സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ AS സാബുവിന് സ്വീകരണം നൽകി. സർവീസിൽ നിന്നും വിരമിക്കുന്ന ആശാ ബേബിക്ക് ഇതോടൊപ്പം യാത്രയപ്പ് നൽകി. ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനത്തിൽ പ്രസിഡന്റ് KP പ്രസാദ് അധ്യക്ഷത വഹിച്ചു. PK നടരാജൻ സ്വാഗതം പറഞ്ഞു. G ബാഹുലയൻ, MG നായർ, SB ബാബു, UG ഉണ്ണി, AP പ്രകാശൻ, സജിമോൾ, ME കുഞ്ഞുമുഹമ്മദ്, സുരേഷ്, സനീഷ്, ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ PR കാർത്തികേയൻ, MN ഉദയപ്പൻ, R അജയൻ, AD സുനിൽ, ലീന രാധാകൃഷ്ണൻ, ബിന്ദു സജീവ്, സുനിമോൾ, ബാങ്ക് സെക്രട്ടറി KT ആനന്ദ്, ജീവനക്കാരായ ആശാ ബേബി, P സജിത, KN ലത, PO ജോഷി തുടങ്ങിയവർ പങ്കെടുത്തു. സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ AS സാബു, 26 വർഷത്തെ സേവനത്തിന് ശേഷം സർവീസിൽ നിന്നും വിരമിക്കുന്ന ആശാ ബേബി എന്നിവർ മറുപടി പ്രസംഗം നടത്തി. ഡെപ്പോസിറ്റുകൾ ധാരാളമായി വന്നു. കളവങ്കോടം സർവീസ് സഹകരണ ബാങ്കിലുണ്ട് നല്ല ഡെപ്പോസിറ്റ് ഇല്ലേ. ഇടയ്ക്ക് പറഞ്ഞു നമുക്ക് നാം ഉദ്ദേശിച്ചതുപോലെ ആയില്ല, എങ്കിലും ലാഭത്തിലേക്ക് നീങ്ങുകയാണ്. 28 ലക്ഷം രൂപ ലാഭം ഉണ്ടാക്കി എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. അടുത്ത വർഷവും നിലനിർത്താനായ നമുക്ക് ക്ലാസിഫിക്കേഷൻ മാറ്റിയെടുക്കാൻ വേണ്ടി കഴിയും, പുതിയ ജീവനക്കാരെ വെക്കാൻ വേണ്ടി കഴിയും. ശ്രീമതി ആശാ ബേബിയെ പോലെ ബാക്കിയുള്ളവരും ഒരുമിച്ച്, ഇനി വരുന്നവരും ഒരുമിച്ച് പ്രവർത്തിച്ചാൽ മാറ്റമുണ്ടാക്കാൻ വേണ്ടി കഴിയും. പല ബാങ്കുകളും അങ്ങനെ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. തീരെ മോശ അവസ്ഥയിൽ നിന്ന് വളരെ മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് ബാങ്കുകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. പല സ്ഥലങ്ങളിലും ചിലയെല്ലാം താഴെയും പോയിട്ടുണ്ട്. അപ്പോൾ സർക്കാർ ഇപ്പോൾ വളരെ കർശനമായിട്ട് ഈ ബാങ്കുകളുടെ പ്രവർത്തനം നിരീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ രജിസ്ട്രാറായിട്ടുള്ള അദ്ദേഹം IAS-കാരനാണ്. അദ്ദേഹം ഒരു 15 ദിവസം ഒരിക്കൽ AR-മാരുമായും JR-മാരുമായും നേരിട്ട് സംസാരിക്കുന്നുണ്ട് ഓൺലൈൻ. വിൻ മീഡിയ ചേർത്തല.